അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ അച്ഛൻ വന്നു കേട്ടോ. അച്ഛനെ കണ്ട സന്തോഷത്തിന് ദേവൂസിന് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല കേട്ടോ. ഓടുക, ചാടുക, ഡാൻസ് കളിക്കുക, അങ്ങനെ അച്ഛൻ വന്ന സന്തോഷത്തിലാട്ടോ. ചില ശനിയാഴ്ചകളിലൊന്നും വരാൻ പറ്റില്ല കേട്ടോ. തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ അവിടുന്ന് ട്രെയിനൊക്കെ കിട്ടി വരുമ്പോൾ ലേറ്റ് ആകും. അതുകൊണ്ട് ചില ആഴ്ചകളിൽ വരില്ല കേട്ടോ. അപ്പോൾ ദേവൂസിനെ ഫോൺ ചെയ്യുമ്പോൾ പറയും കേട്ടോ, ഈ ആഴ്ച ഞാൻ വരില്ല എന്ന് പറയും. ഇപ്പം ഭയങ്കര കരച്ചിലാട്ടോ. അച്ഛൻ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ്. പിന്നെ ബോറടിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ചില രാത്രികളിലൊക്കെ 1 മണിയാകുമ്പോഴൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എറണാകുളത്ത് നിന്ന് 9 മണിയുടെയും 10 മണിയുടെയും ഒക്കെ ട്രെയിനിന് കയറിയിട്ട് രാത്രി 1 മണി 2 മണി നേരത്തൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. എന്നാലും ആഴ്ചയിൽ ഒരിക്കൽ വന്നില്ലേ ദേവൂസിന് ഭയങ്കര സങ്കടമാണ് കേട്ടോ. അച്ഛൻ വന്നു കഴിഞ്ഞാൽ അവൾക്ക് ചില കാര്യങ്ങളൊക്കെ അച്ഛൻ കൊണ്ടു കൊടുക്കണം കേട്ടോ. ദേവൂസ് ഭയങ്കര മധുരത്തിൻ്റെ ആളാണ് കേട്ടോ. അപ്പോൾ ദേവൂസ് അച്ഛൻ പുറകെയൊക്കെ നടന്ന് കേട്ടോ, ബാഗൊക്കെ പരിശോധിക്കുന്നുണ്ടോ. അച്ഛൻ എന്തെങ്കിലുമൊക്കെ അവൾക്ക് കൊണ്ടു കൊടുക്കും സർപ്രൈസ് ആയിട്ട് കേട്ടോ. മധുരം ഭയങ്കര ഇഷ്ടമാണ്. പ്രധാനമായിട്ടും കൊണ്ടുവരുന്നത് ലഡു, ജിലേബിയൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ ചില സമയത്തൊക്കെ ടോയ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പം പുറകെ കൂടിയൊക്കെ കേട്ടോ. അച്ഛൻ റൂമിലേക്ക് വന്നപ്പോഴത്തേക്കും അച്ഛൻ എന്താ കൊണ്ടുവന്നതെന്ന് അറിയാൻ ആകാംക്ഷയിൽ ഓടി ചെന്നേക്കും. അച്ഛനൊരു പൊതിയൊക്കെ എടുത്ത് കയ്യിൽ കൊടുത്തു കേട്ടോ. അതൊക്കെ നോക്കി എന്താന്ന് അവൾക്കറിയാം കേട്ടോ. അതിനകത്ത് എന്തൊക്കെ ഉണ്ടാകുമെന്ന് അവൾക്ക് നല്ല അറിയാം. അങ്ങനെ ജിലേബി കേട്ടോ ഇപ്രാവശ്യം കൊണ്ടുവന്ന്, ചോക്ലേറ്റും കൊണ്ടുവരും. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം ഇനി അച്ഛൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നാൽ ദേവൂസും അച്ഛനായിട്ടുള്ള അംഗമൊക്കെ തുടങ്ങും കേട്ടോ.